ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ചിക്കൻ കോക്കാച്ചി ഉണ്ടാക്കുന്നു. അതെ, അമ്മൂസിന് ചിക്കൻ കോക്കാച്ചി ഉണ്ടാക്കണം ഗൈസ്. എന്താണോ നമുക്ക് നോക്കിട്ട് വരാം. ഞാനുണ്ടോ ചക്ക കുളിച്ചല്ലേ സുന്ദരക്കൊട്ടരൊക്കെ കണ്ട. എന്നോടെയുള്ള വീട്ടിലിരിക്കുന്ന പരിപാടി. നാളെ തൊട്ട് വീണ്ടും സ്കൂളിൽ പോവാ ചക്ക. കണ്ടത് പറഞ്ഞപ്പോ മുഖം അങ്ങ് മാറി. ഇനി ഞങ്ങൾക്ക് ഇന്നലെ ചക്കുപ്പി കുറെ ഹോംവർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് എടുക്കാനായിട്ട് രാവിലെ എണീച്ച് ചെയ്തു. അതുകൊണ്ട് ഇന്ന് ടി വി വെച്ചില്ല. ഇന്ന് ടി വി വെക്കാത്തതുകൊണ്ട് ചക്കുപ്പി ഇന്ന് ഫുള്ള് ഇവിടെ ആക്റ്റീവായിട്ട് ഓടിച്ചറിയാണ്. ഞങ്ങളുടെ കിഴേന്ന് മാറുന്നില്ല. അല്ലാത്തപ്പോൾ ഇവിടെ ടി വി വെക്കുമ്പോഴത്തേക്ക് കസാര ഇട്ട് അതിന് മണ്ട കയറി ഇരുന്നാൽ അവിടെ ഇരിക്കും വൈകുന്നേരം വരെ. ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ മാത്രം പോകുന്നതാണ് എണീച്ച്. അപ്പൊ നമ്മൾ അമ്മൂസിന്റെ ചിക്കൻ കോക്കാച്ചി നോക്കിട്ട് കഴിച്ചു വരും. അങ്ങനെ ഞങ്ങൾ ചിക്കൻ രാവിലെ ഞാൻ പോയി മേടിച്ചോണ്ട് വന്നായിരുന്നു. മുഴുവൻ കോഴി. അതൊരു ഫുൾ ചിക്കൻ മേടിച്ചോണ്ട് വന്ന് ഇപ്പൊ അമ്മൂസ് അതിന് അരച്ച് പരത്തി തേച്ച് വെക്കുവാണ്. രാവിലെ ചിക്കൻ മേടിച്ചു, കുറെ അയല മേടിച്ചു. അയല നാളത്തേക്ക്, കാരണം ഇവിടെ നാളെ മീൻകട ഓഫാണ്. നാളെ അമ്മര് തുറക്കില്ല. അപ്പൊ ഇന്ന് മേടിച്ച് സ്റ്റോർ ചെയ്തെങ്കിൽ മാത്രമേ നാളത്തേക്ക് വരും തിന്നാൻ പറ്റുള്ളൂ. ഈ ചിക്കൻ ഇപ്പൊ ഇന്ന് തീരുമാനിക്കും. ഈ ചിക്കൻ ഞങ്ങൾക്ക് ഇന്ന് ഗ്രില്ല് ചെയ്യാൻ. കാരണം ഇന്ന് ഇവിടെ ഫുള്ള് ഗ്രില്ലടിക്കാന്ന് വെച്ചാൽ, കാരണം ചക്കുന് ഗ്രില്ല് തിന്നണമെന്ന്. നമ്മൾ കടയിൽ പോയി മേടിക്കാൻ നേരത്ത് 2 ദിവസം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു. പക്ഷേ ടേസ്റ്റും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു ബംഗാളി ചേട്ടനാണ് നിൽക്കുന്നത്, മലയാളികളുടെ ആളായിരുന്നേ. പക്ഷേ ആ ചിക്കൻ ആണെങ്കിൽ പുള്ളി തേച്ച് മസാലയൊക്കെ തേച്ചിട്ട് വെറുതെ തറ വെച്ചേക്കുവാ. അതിനകത്ത് പൊള്ളിച്ചേ. അത് മാത്രമല്ല, അത് പിന്നെ ചൂടാക്കിയെങ്കിലും എടുക്കുന്നതെന്ന് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുബൂസ് വരും. ആ കുബൂസ് ആണെങ്കിൽ അതും തുറന്ന് അവിടെ വെച്ചിട്ട് പുള്ളി ഈച്ച പറ്റിയിട്ട് അതെടുത്താൽ പുള്ളി തന്നെ. അത് കണ്ടപ്പോഴേ മനസ്സ് മടിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ഇവിടെ ഓവൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഇന്ന് പക്ഷെ ഇന്ന് സ്പെഷ്യലാ. ചക്കുപ്പിക്ക് നാളെ സ്കൂളുള്ളതുകൊണ്ട് ഇന്ന് ഇത് ഫുള്ള് ഞങ്ങൾ ഇന്ന് തിന്ന് തീർക്കണം. അല്ലേ കുപ്പി? ഇനി ചക്കപ്പാത്തി അല്ലേ, ചപ്പാത്തി ചിരിച്ച കോഴി പിച്ചാത്തി. ഇനി ചപ്പാത്തി ഞങ്ങൾക്ക് ചിക്കൻ കൊണ്ട് കഴിച്ചു, അതും പൊരിച്ച ചിക്കൻ. ഇവിടെ ചപ്പാത്തി മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചക്കുപ്പി അതിന്റെ കുറെ ഉരുട്ടിക്കൊണ്ട് പോകും. കളിക്കാനാകുന്നുണ്ട്. ചപ്പാത്തി ഇവൻ അതിനകത്തൊന്ന് അടിച്ചു മാറ്റാനുള്ള പണിക്കാണ്. ഇപ്പൊ എടുക്കണം, നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, എന്താ എടുക്കാൻ പോകുന്നത് ഇനി? ഇനിയും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഇന്ന്? എന്താ കുപ്പി? കുപ്പിക്ക് എന്തോ കളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് എന്താ എൻ്റെ പേര് പോപ്പപ്പ്. കുറച്ച് പോപ്പപ്പ് മേടിച്ചിട്ടുണ്ട്. അത് മേളിൽ പോയി പൊട്ടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇതാണ് നമ്മുടെ പോപ്പപ്പ് എന്ന് പറഞ്ഞ സാധനം. അമ്മേ, ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇതിങ്ങനെ പിള്ളേരൊക്കെ ദേഹത്തൊക്കെ എറിഞ്ഞ് കളിക്കുന്നതില്ല. അപകടകരമായിട്ട് സാധനമൊന്നുമില്ല, നൈസാണ് സാധനം. ചക്കപ്പിക്ക് ഞാൻ ഇവിടെ ഓരോന്നോരോന്ന് എടുത്തിട്ട് പോട്ടാ, എന്നിട്ട് എറിഞ്ഞ് പൊട്ടി. എവിടെ കൊണ്ടുപോകുന്നു? എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ ഓണർ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു പ്ലാസ്റ്ററിങ് അടിച്ച. അമ്മേ, അത് കൊള്ളായിരുന്നു. അതെറിഞ്ഞ പൊട്ടിച്ച സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. തകർത്ത് എടാ മിടുക്ക. ഒരു സെക്കൻഡ്. ടീച്ചറോ? ഏത് ടീച്ചർ? സ്കൂളിലെ ടീച്ചർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. സൗണ്ട് ചകുപ്പിക്ക് ഭയങ്കര സന്തോഷം. അങ്ങോട്ട് അറിയില്ല, അവിടെ അപ്പുറത്തെ വീട്ടിൽ അതെടുത്തോണ്ടോ, പൊട്ടിയില്ലത്. ഇങ്ങനെ കൊണ്ട് തോറ്റ്. അത് എടുത്തോടാ,
അവിടെ ചെലന്തി ഉണ്ടാ. അവിടെ ചെലന്തി ഒന്നും ഇല്ല വാ. അയ്യോ പൊട്ടി. അയ്യോ പൊട്ടിയില്ല. ഇവൻ എന്റെ മണ്ടയ്ക്ക് ട്രൈ ഓ സൂപ്പർ. സൂപ്പർ. ഞാനെന്ത് എറിഞ്ഞാൻ പൊട്ടിക്കുന്നില്ലേ? അയ്യോ അയ്യോ ഇപ്പൊ തരാറാണ്. എന്റെ ദേഹത്തിട്ട് ഒഞ്ഞ് പൊട്ടിച്ച് കഴിച്ചു ഈ കുരുപ്പൻ. നിന്റെ നിന്റെ മണ്ടത്തലക്ക് അയ്യോ അയ്യോ പോയി. അയ്യോ വലിയ കോമഡിയാണത്. ഇതിനകത്തെ എന്താണെന്ന് നോക്കാമേ. ഇതിനകത്താണെങ്കിൽ കുറെ കല്ല് മാത്രമുണ്ട്. എത്ര കണ്ണാ ഇതിനകത്ത്? ഈ കല്ലാണ് ദേഹത്തെറിഞ്ഞ് പൊട്ടിക്കുന്നത്. ദേഹത്തല്ല, നമ്മൾ ദേഹത്തൊന്നും എറിഞ്ഞില്ല. ഞാൻ അവൻ്റെ ദേഹത്തെറിഞ്ഞില്ല, അവൻ എൻ്റെ ദേഹത്തിട്ട് രണ്ടെണ്ണം എറിഞ്ഞായിരുന്നു. ബാ, അപ്പം നമ്മൾ ഇന്നത്തെ കളി കഴിഞ്ഞു. ബാ, നമുക്കിപ്പോൾ താഴോട്ട് പോയാലോ. നിങ്ങളോട് പിന്നെ എന്തോ പറയാനുണ്ടോ? എന്താ ഫുഡ് ഇട്ടേക്കണോ? ആ, ആരാ ഇട്ടേ ഇവിടെ? മണ്ടക്കൂടെ വണ്ടി ഇട്ടിട്ടോ മോൻ? ഓരോ കുരുപ്പ് പണിയുന്നുണ്ടായിരുന്നത്. ചപ്പാത്തി മാവ് മേടിച്ചിട്ടുണ്ടെന്നിട്ട് അതിന് മണ്ടക്കൂടെ വീട്ടിൽ കളിക്കുക. എന്തെടുക്കാൻ പോണോ വെച്ചിട്ട്? ആരേത്? ആരാടാ മൈസൂര് ഇരിക്കുന്നേ? ആര്? ഓ, മൈസൂര് നമ്മളെ എക്സ്പ്രസ് വേ പോകുമ്പോൾ ഒരു പ്രതിമ പണിയുന്നുണ്ട്. കയ്യിലൊരു ഉണ്ടയും പിടിച്ച് ഇതൊരു പുള്ളിക്കാരൻ. ആരാണെന്ന് അറിയുന്നത്? അതാണെന്ന് തോന്നിയത്. അതിനുണ്ട് ഞങ്ങളോട് ചോദിച്ചു, നാളെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കടയിലെ ചപ്പാത്തി ഇടാൻ വേണ്ടി. ഞങ്ങൾ കടയിൽ ഞങ്ങൾ ചപ്പാത്തി മേടിക്കാറില്ല അധികം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. കാരണം ഇവിടുന്ന് കടയിൽ മേടിക്കുന്ന ചപ്പാത്തിക്ക് ഏകദേശം 75 രൂപയാണ്. 75 രൂപയല്ല, അത് ഉണ്ടാക്കി അപ്പം ചൂടോടെ കഴിച്ചില്ലെങ്കിൽ അതിങ്ങനെ വടി കൂട്ടിയിരിക്കും. ആ 75 രൂപയ്ക്ക് ഇവിടെ ആണെങ്കിൽ 1 കിലോ മാവ് കിട്ടും. അല്ല, 2 വട്ടം മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 5 കിലോ മാവ് കിട്ടില്ലടി. നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ചിക്കൻ. ഇന്ന് 3 നേരം ചപ്പാത്തി. അല്ല, 2 നേരം. ഇതെങ്ങനെ ഉണ്ടാക്കി? അമ്മൂസ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മളിനി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ഒരുത്തൻ ആയത്. അപ്പം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനടിയിലൊരു ട്രേ ഉണ്ട്. ആ ട്രേ നമ്മൾ അലൂമിനിയം പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഓവൻ്റെ അടുത്ത് തുറന്നിട്ട് ഈ സാധനം അടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അതിനകത്തുണ്ടോ ലൈറ്റ്? ഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സാധനം എടുക്കാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സാധനം. ഈ സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പൊക്കി എടുക്കണം. ഇല്ലെങ്കിൽ കൈ പൊള്ളും. ഇനി അവിടെ കയറ്റി വെക്കുക. അടച്ചേ. ഭയങ്കര ചൂടായിട്ടിരിക്കും. ചക്കു തൊടല്ലേ, ഭയങ്കര ചൂടാ. നമുക്ക് ചക്കു ഇനി ഇപ്പോൾ ഇട്ടേക്കുക. ചിക്കൻ സെറ്റ് ചെയ്യാം എൻ്റെ മണ്ടയ്ക്ക്. ഓക്കെ, ചിക്കൻ അറിയാണ്ട് ഈ സാധനം കൈവച്ചിട്ട് ഞാൻ ഈ സാധനം കൈവച്ചെടുത്ത് എന്റെ കൈ പൊള്ളി. അങ്ങനെ നമ്മൾ ചിക്കൻ ഫുൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ കയറ്റി വെക്കട്ടെ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫുൾ ഹീറ്റില് ഫുൾ ഹീറ്റില് നമ്മളിനി ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ് മതിയോ? അപ്പൊ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ അതൊരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ടാൽ സെറ്റാകും. അപ്പൊ നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും ചിക്കൻ. അപ്പോൾ നമ്മൾ ഈ അൽഫാമിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പച്ചക്കളർ ചട്നി കിട്ടത്തില്ലേ, ആ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറേ മല്ലിയില എടുത്തു. ഞാൻ 2 പച്ചമുളക്, ചെറിയ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു. പിന്നെ കുറച്ച് ഉപ്പിടാം. തൈര്, കുറച്ച് തൈര്, നാരങ്ങ. നാരങ്ങ നീര് വേണമല്ലോ. ഇച്ചിരി തൈരെടുത്തു.
കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. വീടുന്നില്ലല്ലോ ശക്തി വരട്ടെ വരട്ടെ എന്താ കാണിക്കൂ ഇങ്ങനെ എല്ലാരും കാണിക്കത്തില്ലേ? അങ്ങനെയൊന്നും അല്ല, പിന്നെ ഒന്നും കാണിക്കും. ഗ്രീൻ ചട്നി റെഡി. ശരിയല്ലേ? ഇനി നമുക്ക് ഇനി മയോനൈസ് വേണം. ചക്കുന് മെയിൻ ആയിട്ട് മയോനൈസ്. ചക്കുന് ഗ്രീൻ എടുക്കത്തില്ല. നമ്മുടെ ആയി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കാണുമായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് മയോനൈസ്. അവൻ ഇവര് കടയിലെ മയോനൈസ് കഴിയുന്നില്ല കേട്ടോ. അവൻ ചക്കു ഏതോ ഒരു വീടിക്കകത്ത് കണ്ടാണ്ട് കടയിൽ കഴിച്ചു കഴിഞ്ഞാൽ പോവാൻ പറ്റും. അത് കഴിഞ്ഞ പിന്നെ ചക്കുപ്പി കഴിക്കത്തില്ല. ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെയും കൊണ്ട് തിരിക്കത്തില്ല. ഞങ്ങളെങ്ങാനും ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് കരച്ചില്ല. ഞാൻ 2 മുട്ട എടുത്തേക്കുന്നു. ഈ മുട്ട പൊട്ടിക്കുന്ന കാര്യമാണ്. അതിനകത്ത് മുട്ടത്തോട് വീണു ഗൈസ്. ഇനി നമ്മള് 2 അല്ലി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്. ഇപ്പൊ കൊറേ ആയല്ലോ. വെളുത്തുള്ളി എല്ലാം താഴെ പോയി. ഇച്ചിരി ഉപ്പ്. ഉപ്പ് കൂടി പോയല്ലോ. പഞ്ചസാരയോ? കുറച്ച് പഞ്ചസാര. പോകാമോ ഇവിടുന്ന്? ചക്കു എണ്ണ ഒഴിക്കണം. എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പിൽ ഇത് 1/2 കപ്പേ ഉള്ളൂ. കുറച്ചായിട്ട് പല ഇത് എടുത്ത് വെക്കാൻ പറ്റും. നമുക്ക് എടുത്ത് വെച്ചിട്ട് നാളെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ എന്തുവാ ഫുൾ ടൈം അടുക്കളയിലാണല്ലോ. പിന്നെ അല്ലാണ്ട് അടുക്കളയിലെ പാത്രം പറക്കല്ലേ അവന്റെ പണി. ബാക്കി വിനാഗിരി ഒഴിച്ചു. ഇനി മിക്സിലിട്ട് പിന്നല്ലാണ്ട് മാറ് തട്ടിയിടല്ലേ. കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ മയോണൈസ് റെഡി. പൊങ്ങി വന്നിട്ട് അതങ്ങനെ കണ്ടോ? കൊള്ളാവോ? ചക്കു ടേസ്റ്റ് ചെയ്താലോ? ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ടെസ്റ്ററാ. മുഖം കൊണ്ട് കാണിച്ചു. മുഖം കൊണ്ട് കാണിച്ചു. ഇങ്ങോട്ട് നോക്കി. അങ്ങനുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അമ്മൂസ് ചപ്പാത്തിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ ചിക്കൻ ഗ്രിൽഡ്, പിന്നെ മയോനൈസ്, പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നി, ചപ്പാത്തി എല്ലാം റെഡിയാണ്. ചക്കപ്പി റെഡി. പ്ലേറ്റിലിട്ട് തരത്തില്ലേ? തന്നെ കഴിക്കുവോ? ഇല്ല. എടുക്കാം അങ്ങോട്ട്. ഇത് വലിയ ചിക്കൻ എന്താ എന്തോ പറക്കൊണ്ട് തിന്നെ. അപ്പം നമ്മുടെ ചിക്കനും ചപ്പാത്തിയും മയോനൈസും പിന്നെ നമ്മുടെ ചട്നിയും എല്ലാം കഴിക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിപ്പ് തുടങ്ങി. കഴിക്കാൻ കിട്ടിയപ്പോൾ അവൻ വലിയ മിണ്ടുന്നുണ്ടോ നോക്കിയവൻ. ഞങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ്. വൈകിട്ടും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ വൈകിട്ടും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും ബാക്കിയുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ.